ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ്. പാർട്ട് 3 ആണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പീസുകളും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലൈനിങ് പീസ് വിടർത്തി വയ്ക്കുക. സൈഡ് വശമാണ്, ബോഡി പാർട്ടിൻ്റെ സൈഡ് വശമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫ്യൂസിങ് ടേപ്പ് വെക്കുക. അതിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് ഇങ്ങനെ 3 ലെയർ ഇങ്ങനെ വയ്ക്കുക, അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കെല്ലാം അയൺ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ പാർട്ടുകളും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഫ്യൂസിങ് ടേപ്പൊക്കെ വെച്ച് ഇങ്ങനെ അയൺ ചെയ്യണമെങ്കിൽ സൂക്ഷിച്ച് ചെയ്യണം. അതിൻ്റെ ഒരറ്റത്ത് മുതൽ അയൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ അല്ലെങ്കിൽ ചുളി വീഴും. നൈസായിട്ട് ചൂട് കൊടുത്തിട്ട് ആദ്യം അയൺ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എക്സസ്സായിട്ട് കിടക്കണ, പുറത്തേക്ക് ചാടി കിടക്കണ ഈ ഫ്യൂസിങ് ടേപ്പൊക്കെ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അയൺ ബോക്സും അത് പറ്റി പിടിച്ചിട്ട് അത് നമ്മുടെ നല്ല തുണിമ അയൺ ചെയ്യുമ്പോഴേക്കും, നല്ല വശത്തായിട്ട് അയൺ ചെയ്യുമ്പോഴേക്കും അതുമ കയറി പിടിക്കും, ബ്ലാക്ക് കളറായിട്ട് വരും അത്. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യാനുള്ളതാണ്. പക്ഷേ ചെയ്യുകയാണെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട്, നല്ല ചുളിവില്ലാണ്ട് നമ്മൾ വൃത്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് കിടക്കും. അപ്പം എല്ലാം അങ്ങനെ അതുപോലെ ബാക്ക് പീസും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ടക്കിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നൈസ് കനം ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഇത്. നമുക്ക് ഫേസിങ് പിടിപ്പിക്കാൻ നോക്കാം. ആദ്യം ഈ ഹോളിൻ്റെ അവിടെയുള്ള ഭാഗത്ത് ഒരു തുണി എടുത്തിട്ട് ഫേസിങ് പിടിപ്പിക്കുക. ഇപ്പം ഞാൻ ഈ ഹോളിൻ്റെ ഇവിടെ ഞാൻ ഫേസിങ് സ്റ്റിഫർ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നില്ലെങ്കിൽ കഴുത്ത് അല്ലെങ്കിൽ ഹോൾ അങ്ങനെ പിടിപ്പിക്കുക. ഇപ്പം ഞാൻ കഴുത്തിൻ്റെ ഇവിടെയാണ് ആദ്യം ചെയ്യണത്. അപ്പോൾ ഫേസിങ് ടേപ്പ് ഒട്ടിച്ചിട്ട് തുണിയിൽ ഒട്ടിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഒന്ന് നീക്കിയിട്ടിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് പിന്നെ സ്റ്റിച്ചിൻ്റെ അവിടം വരെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഫേസിങ് വിടർത്തിയിട്ടിട്ട് ആ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നീക്കി ഫേസിങ്ങും കൊള്ളത്തക്ക വിധത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ വിടർത്തിയിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. അപ്പം എന്നിട്ട് അയൺ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഹോളിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ തയ്ച്ച് ഇപ്പം അയൺ ചെയ്ത വശമാണിത്. ഇത് അയൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വശത്ത് നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഹമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ഹമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 1 ഇഞ്ചും കൂടി മുകളിലേക്ക് കയറ്റിയിട്ടിട്ട് ടക്കിട്ട് കൊടുക്കുക. ഇനി ഈ വശമൊക്കെ ഒപ്പമാണോ നോക്കുക. ഇപ്പോൾ ഇതൊരു പൊടിക്ക് കൂടുതലുണ്ട് ഒരു വശം, അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്ത് ഒരു പോയിൻ്റ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു സൂചി പോലെ, സൂചി പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇത് ചെറിയ സ്റ്റിച്ചിങ്, അതായത് ചെറിയ കാണിയിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ കത്രി വെച്ച് കട്ട് ചെയ്യുമ്പോഴേക്കും പൊട്ടിപ്പോകും. അത് ഞാൻ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്യണത് നമ്മൾ സിബ് പിടിപ്പിക്കുമ്പം, ഇപ്പം വേസ്റ്റ് വരെയാണ് സിബ് പിടിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവിടെ ഇത്തിരി കറക്റ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ സ്കേർട്ടിൻ്റെ അങ്ങോട്ടും കൂടി കുറച്ച് ഒരു 3 ഇഞ്ച് വെച്ച് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ അത് സുഖമായിട്ട് പെട്ടെന്ന് കയറിപ്പോകും, കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ. അപ്പം ഞാനിവിടെ സിബ് വെക്കുന്ന അവിടെ ഞാൻ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കളയും. 1 ഇഞ്ച് ഇപ്പം ഞാൻ എക്സ്ട്രാ വേറെ തുണിയെടുത്ത് പിടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും സ്കേർട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഞാൻ വിട്ടിട്ടാണ് ചെയ്യണത്. അപ്പം ഇത് വെക്കണേക്ക് മുമ്പ് നമ്മൾ എല്ലാ ഭാഗവും തുല്യമാണോ ഒപ്പമാണോ നോക്കുക.
സിബ് വെക്കണ ബോഡി പാർട്ടിൻ്റെയും ഇറക്കം തുല്യമാണെന്ന് നോക്കണം. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യണത് സ്കേർട്ടിൻ്റെ ഭാഗം സെപ്പറേറ്റ് ഇട്ടിട്ട് ബോഡി പാർട്ടിൻ്റെ ഭാഗം അങ്ങനെ സെപ്പറേറ്റ് ജോയിൻറ്റ് ചെയ്തല്ല, ഒറ്റ സ്റ്റിച്ചാണ് ചെയ്യണത്, സൈഡ് ജോയിൻറ്റ് ചെയ്യണത്. ഓക്കെ, ഇനി ഫ്രണ്ടിൽ നമുക്ക് ഫേസിങ് പിടിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് സൈഡിൽ പ്രിൻസസ് കട്ട് അത് കറക്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങി. ആദ്യം നമുക്കിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആദ്യം കൈ കൊണ്ട് നീഡിൽ ഈ സൂചി ഉപയോഗിച്ചിട്ട് തുന്നിയിട്ട് വേണമെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ പിൻമൊട്ട് സൂചി വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ജോയിൻ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കറക്റ്റ്, അല്ലെങ്കിൽ ഒരറ്റത്തുനിന്ന് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ കയറി ഇറങ്ങിയും വരും. അപ്പോൾ അത് ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം ഞാൻ ആദ്യം ഫേസിങ് പഠിപ്പിച്ചു. ഇനി ഇപ്പം ഞാൻ ഒരു വശം അയൺ ചെയ്തിട്ടുണ്ട്. ഇത് അയൺ പാഡ് വെച്ചിട്ട് ഞാൻ അയൺ ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ഈ ബ്രസ്റ്റ് ഭാഗം ഞാനിങ്ങനെ നിവർത്തി വെച്ച് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കണേನು. ഫേസിങ് പിടിപ്പിച്ചു, മറിച്ച് അടിച്ചു. പിന്നെ ഇതിൻ്റെ സ്കേർട്ട് ഭാഗം നമുക്ക് പിടിപ്പിക്കണം. അപ്പം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടിട്ട് ആ ഭാഗത്തും നമുക്ക് ലൈനിങ്ങും പിടിപ്പിച്ച് എല്ലാം തുല്യമാണെന്ന് നോക്കുക, എന്നിട്ടത് പിടിപ്പിക്കണം. ഒപ്പമാണെന്ന് നോക്കുക. ഇനി നമ്മുടെ ഡിസൈൻ നെറ്റ് എടുത്തിട്ട് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കുക. ഇപ്പോൾ ഇങ്ങനെ വിടർത്തി വെക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് വി നെക്ക് പോലെയാണ് ഇത് കൊടുക്കുന്നത്. ഡിസൈൻ നെറ്റ് വി നെക്കും കൊടുക്കണേನು. അപ്പോൾ അതിൻ്റെ ലേസ് കട്ട് ചെയ്ത് ഇങ്ങനെ ലേസ് കിട്ടാൻ വേണ്ടിയിട്ട്, ലേസ് ഭാഗം സ്കാലപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറിയ ടക്ക് പോലെ അവിടെ കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളയും. എല്ലാം നമുക്കത് പിൻ ചെയ്ത് വെക്കണം. രണ്ട് സൈഡും തുല്യമാണെന്ന് നോക്കണം, ഒപ്പമാണോ അത് ടേപ്പ് വെച്ച് അളന്ന് കറക്റ്റ് എല്ലാ വശവും രണ്ട് വശവും ഒരേപോലെ ഇരിക്കണം. ഈ ലേസ് വെച്ചേക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ചിലപ്പോൾ വൃത്തികേടായി പോവും. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് വയ്ക്കുക. അടിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സോൾഡറിങ് അയൺ വെച്ചിട്ട് അരികു കറക്റ്റ് ചെയ്യാം. എന്നിട്ടെല്ലാം നമുക്ക് തുന്നി പിടിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തുന്നി പിടിപ്പിക്കൽ ഞാൻ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ എല്ലാം പിന്നൂത്തി വെക്കണതാണ്. ആദ്യം നമുക്കിത് ജോയിൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ബാക്കിൽ സിബ് പിടിപ്പിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സിബ് ഞങ്ങൾക്ക്
കറക്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇൻവിസിബിൾ സിബ് കിട്ടിയിട്ടില്ല, സാധാ സിബാണ് കിട്ടിയത്. അപ്പോൾ ഒരു പീസ് വെച്ചിട്ട് നമുക്കിത് മറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പീസ് അതിൻ്റെ എല്ലാ വശവും അരി അടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല വശവും കൂടി ജോയിൻ ചെയ്ത് പിടിപ്പിക്കാം. ഇത് നമുക്ക് ഞാൻ 1 ഇഞ്ച് ഇട്ടേക്കണത് കറക്റ്റ് 1/4 ഇഞ്ചും 1 പോയിൻറ്റും മാത്രം തയ്യൽത്തുമ്പ് വിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേക്കും ഈ അടിഭാഗത്തായിട്ട് ഞാൻ ചെറിയ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവും. നമ്മളിവിടെ കട്ട് ചെയ്ത് കളയും. നടുക്ക് നമ്മൾ കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോഴേക്കും അറ്റത്തെത്തുമ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊട്ടിപ്പോയാലും പെട്ടെന്ന് തന്നെ അത് അഴിഞ്ഞു പോവില്ല. ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് സൂക്ഷിച്ചിട്ട് വേണം അവിടെ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ തയ്ക്കുമ്പോഴേക്കും മറിച്ചിട്ടിട്ട് പതിച്ചടിക്കേണ്ടതാണ്. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ നീക്കിയിട്ടിട്ട് നമ്മൾ ഇത് പതിച്ചടിക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്താലും മതി. പതിച്ചടിച്ച് കഴിയുമ്പോൾ ഇത്തിരി കൂടി ഉറപ്പ് കിട്ടിക്കോളും. ഇനി സിബ് പിടിപ്പിക്കുക. നമ്മൾ ഇവിടെ നേരത്തെ ഇവിടെ ചെറിയൊരു ഇപ്പം ഇതിന് ചുളിവില്ല. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ തയ്ക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ തയ്ച്ചപ്പോൾ ഭയങ്കര ചുളിവായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം അതിനെ കറക്റ്റ് ചെയ്തെടുക്കുമായിരുന്നു. ഇപ്പം ചുളിവുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് അത് മറിച്ചെടുക്കുക. എന്നിട്ട് ഈ ജോയിൻ ചെയ്ത് ഒരു 1/4 ഇഞ്ച് കയറ്റിയിട്ട് നല്ല തുണിയിലോട്ട് ഒരു 1/4 ഇഞ്ച് ഇറക്കിയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഫിനിഷ് ആയിട്ട് ഇരുന്നോളും. ഓക്കെ, ഇനി സിബ് പിടിപ്പിക്കുക. മുകളിലൊരു ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെ മുകളിലും കൊടുക്കണം. മുകളിൽ ആ ഹോളിൻ്റെ മുകളിലായിട്ടും ഇവിടെ 2 ഹുക്ക് പിടിപ്പിക്കേണ്ടതാണ്. സിബ് മാക്സിമം നമ്മൾ പറ്റേ ചേർത്തടിച്ച് വൃത്തിയായിട്ട് കൊടുക്കേണ്ടതാണ്. കൈക്കുഴിയുടെ അവിടെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഈ സ്റ്റിച്ച് കഴുത്തിൻ്റെ ഫേസിങ്ങിൻ്റെ അവിടുത്തെ സ്റ്റിച്ചും
ഇതും സെയിം വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അടിച്ചിട്ട് ഫേസിങ് ഉൾപ്പെടെ നിവർത്തി വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. എല്ലാം ഒറ്റ സ്റ്റിച്ചാണ്, 2 സ്റ്റിച്ചല്ല, 2 സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഒറ്റ ലെയറിലാണ്. എന്നിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഞാൻ വെക്കും. എന്നിട്ട് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അതിൻ്റെ ജോയിൻ്റ് ഭാഗം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്കും. ഇനി എൻ്റെ കൈക്കുഴി ഇത് ഒപ്പണം നോക്കുക, ഷോൾഡർ ഒപ്പണം നോക്കാം. എന്നിട്ട് കൈക്കുഴി കറക്റ്റായിട്ട് നെറ്റും കൂടി കട്ട് ചെയ്ത് കളയുക. ചെറിയതായിട്ടൊരു ഇതുണ്ട്, അപ്പോൾ ചെറുതായിട്ടൊന്ന് കുഴിച്ച് ഒന്നും കൂടി വെട്ടേണ്ടി വരും അവിടെ. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് 2 ഇഞ്ച് ഇറക്കണം ഞാൻ വെച്ചേക്കണത്. ഫുൾ റൗണ്ട് ചെയ്തിട്ടുള്ള, ഫുൾ ആം ഹോൾ റൗണ്ട് ചെയ്തിട്ടുള്ള സ്ലീവ് അല്ല, കുറച്ച് ഭാഗം മാത്രം സ്ലീവായിട്ട്, ബാക്കി ഞാൻ പൈപ്പിങ്ങാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ലീവ് ആദ്യം കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് കട്ട് ചെയ്യണേന്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പൈപ്പിംഗ് പിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില കുട്ടികൾക്ക് ഈ ഡിസൈൻ നെറ്റിൻ്റെ അവിടെയുള്ള ഈ സ്വീക്കൻസൊക്കെ കൊള്ളുമ്പോഴേക്കും ചൊറിയണമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കുള്ള, ആ ഉടുപ്പിടുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. അപ്പം ഈ പൈപ്പിംഗ് കൂടി പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ചൊറിയില്ല. ആദ്യം നമ്മൾ സ്ലീവ് സെൻറ്റർ കണ്ടിട്ട് പിടിപ്പിക്കും. അതിൻ്റെ മുകളിൽ കൂടി പൈപ്പിംഗ് കൂടി വെച്ച് കൊടുക്കും. ഇതടിച്ച് മറിച്ചെടുക്കുന്നതാണിത്. ഓക്കെ, അപ്പോൾ പൈപ്പിംഗ് പിടിപ്പിച്ചു. അപ്പോൾ ഇത് ലേസിൻ്റെ ഭാഗമാണ് സ്ലീവായിട്ട് വന്നിരിക്കുന്നത്. ഇനി സൈഡ് ജോയിൻറ്റ് ചെയ്യുക. 1.5 ഇഞ്ച് ഞാൻ വിട്ടിട്ടാണ് ജോയിൻറ്റ് ചെയ്യണത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒറ്റ സ്റ്റിച്ച്. ഇപ്പം നമുക്ക് മറ്റേ ഇത്തിരി വണ്ണമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ല. നന്നായിട്ട് ക്ഷീണിച്ചവരാണെങ്കിൽ പുള്ളിലോട്ട് ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മറ്റേ വേസ്റ്റ് ബോഡി പാർട്ട് സെപ്പറേറ്റ്, സ്കേർട്ട് സെപ്പറേറ്റ് ചെയ്ത് അടിച്ചിട്ട്, അപ്പോൾ ഈ 1.5 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഴിച്ചായാലും പിന്നെയും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ഇട്ട് അടിച്ചാലും കുഴപ്പമില്ല. ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതിങ്ങനെ സൈഡ് അടിച്ചിട്ട് ഇപ്പം ഞാൻ ലേസൊക്കെ സോൾട്ടിങ് അയൺ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ബീഡ്സ് വർക്കും എല്ലാം ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഇറക്കം നോക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇതാണ് ഹോഴ്സ് ബോണാണ് വെക്കണത്. കറക്റ്റിന് ഞാൻ മറന്നു. ഇപ്പം ഇത് വെച്ച് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്.
ഇത് വെച്ചിട്ട് ഭംഗിയില്ലെങ്കിൽ ഞാനിത് അഴിച്ച് കളയും കേട്ടോ. എന്നിട്ട് സാധാ രീതിയിൽ തന്നെ ഞാൻ തയ്ക്കും. ഇട്ട് നോക്കിയിട്ട് വേണം അത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഒരു ലേസാണ്. ആ ലേസിൻ്റെ ഫ്ലവേഴ്സ് മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഉടുപ്പിൻ്റെ എവിടെയൊക്കെയാണ് ജോയിൻറ്റുകളും ഇതൊക്കെ വെച്ചേക്കുന്നത് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഫ്ലവേഴ്സ് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കും. ബാക്കിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഒക്കെ വെട്ടിച്ചുരുക്കി ഇങ്ങനെയാക്കി. ഞാനിവിടെ ഒരു ലോക്കറ്റ് പോലെയാണ് വിചാരിച്ച് വെച്ചത്, പെൻഡുലം പോലെ. അപ്പോൾ പെട്ടെന്നുള്ള ഇത് തീരാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ തന്നെ ആക്കി ബീഡ്സ് ഇങ്ങനെ ഹാങ്ങിങ് പോലെ കൊടുത്തു ബാക്കിൽ. ഇതൊക്കെ എല്ലാം തുന്നി വെച്ചേക്കണേണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ബീഡ്സും കൂടി തുന്നിക്കൊണ്ട് പോകും. അപ്പം 2 തുന്നലൊപ്പം ആവുമല്ലോ.